ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേഡറ്റ്സ് എയർഫോഴ്സിൻ്റെ 2025 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഫോം ഫില്ലിംഗ് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ഫോം ഫില്ലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എല്ലാ പോയിന്റും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഫോം ഫില്ല് ചെയ്ത് കുട്ടികളും തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം നിങ്ങൾ ആൾറെഡി ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഓരോ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫോം ഫില്ലിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ കുട്ടികളെ ഏതെങ്കിലും കേഡറ്റ്സ് ഇതുവരെ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കഫിൽ നിന്ന് ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു സ്റ്റാഫ് ഏതെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. നല്ലൊരു വേക്കൻസിയാണ് എയർഫോഴ്സ് ഈ തവണ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഒത്തിരി വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക്. ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർഫോഴ്സ് ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോയെക്കുറിച്ച്. ഫൈനലി നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഷെയർ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നിങ്ങൾ എത്ര ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ അത്രയ്ക്കും നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. കാരണം കുട്ടികളെ ഫോം ഫില്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോം ഫില്ലിങ്ങിൽ എന്തെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും വരത്തില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഫോമിൽ ഒരിക്കലും നിങ്ങൾ ഒരു മിസ്റ്റേക്കും കാണിക്കരുത്. നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ഡിഫൻസ് ജോബിന് എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത്, ആ ഒരു സ്റ്റേജ് 1 ആണെങ്കിലും സ്റ്റേജ് 2 ആണെങ്കിലും എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതേ രീതിയിൽ തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഡിഫൻസ് ജോബിൻ്റെയും ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫോം ഫില്ലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്, സ്പെഷ്യലി എയർഫോഴ്സിൻ്റെയും നേവിയുടെയും കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. കുട്ടികളെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ചെന്നിട്ട് നിങ്ങൾ agnipath.vayu.cdac.in എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എൻ്ററിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ. ഇതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇതേ രീതിയിൽ നിങ്ങൾക്കൊരു സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് യൂസർ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ്, പിന്നെ ക്യാപ്ച കോഡ്, പിന്നെ രജിസ്റ്റർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഫോം ഫില്ല് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു രജിസ്റ്റർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. രജിസ്റ്റർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. രജിസ്റ്റർ വിത്ത് ഡിജി ലോക്കർ, അതുപോലെ തന്നെ ക്രിയേറ്റ് അക്കൗണ്ട് ഇൻ ഡിജി ലോക്കർ ആൻഡ് രജിസ്റ്റർ. നിങ്ങളിവിടെ ഈ ഒരു ഓപ്ഷനായ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നോക്കൂ കുട്ടികളെ, അഗ്നിവീർ വായു ഇൻഡെക്സ് 02/2026 എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ നിങ്ങളുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യണം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലുള്ള അതേ പേര് തന്നെ നിങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യണം. ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനകത്തൊരു OTP വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇമെയിൽ ID തന്നെ നിങ്ങൾ പരമാവധി കൊടുക്കണം. ആ ഒരു ഇമെയിൽ ID അവസാനം വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിനകത്ത് നിങ്ങൾക്ക് ഒത്തിരി അപ്ഡേറ്റ് വരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. അതുകൊണ്ട് ഇമെയിൽ ID നിങ്ങളുടെ ഇൻഡിവിജ്വൽ തന്നെ കൊടുക്കണം. കഫേയിലുള്ള സ്റ്റാഫിൻ്റെ മെയിൽ ID ഒന്നും നിങ്ങൾ കൊടുക്കരുത്. മിക്ക കുട്ടികളും കാണിക്കാറുണ്ട് ഈ ഒരു മിസ്റ്റേക്ക്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം മെൻഷൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് 2 OTP വരുന്നതായിരിക്കും. ഒന്ന് നിങ്ങളുടെ മെയിൽ ID ഒരു OTP വരും. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഒരു OTP വരുന്നതായിരിക്കും. അത് രണ്ടും നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷമുള്ള നെക്സ്റ്റ് ഓപ്ഷനാണ് വെർ ഡിഡ് യു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഇന്ത്യൻ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നിങ്ങൾ എവിടെ നിന്നാണ് അറിഞ്ഞത്. അതിനുവേണ്ടി സെലക്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ വരും. സോഷ്യൽ മീഡിയ ആണോ, യൂട്യൂബ് ആണോ, ന്യൂസ് ആണോ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത് അത് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. അതിനുശേഷം ക്യാപ്ച കോഡ് കാണാം. ക്യാപ്ച കോഡ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യണം. പിന്നെ നിങ്ങൾ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണും. ഈ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു
പേജ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതായത് OTP സെൻഡ് സക്സസ്ഫുള്ളി ടു ഇമെയിൽ ID ആൻഡ് മൊബൈൽ. അതായത് നിങ്ങൾ ആഡ് ചെയ്ത് ആ ഒരു മെയിൽ ID ത്രൂവും അതുപോലെ തന്നെ ഫോൺ നമ്പർ ത്രൂ നിങ്ങൾക്ക് OTP ലഭിച്ചല്ലോ, അത് നിങ്ങൾ ആഡ് ചെയ്തു, അത് സക്സസ്ഫുൾ ആയെന്നുള്ള അപ്ഡേറ്റ് നിങ്ങൾ ഇവിടെ കണ്ടു. പിന്നെ ഈ ഒരു ഓക്കെ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ കണക്കൊരു മെസ്സേജ് ലഭിക്കും, യു ഹാവ് സൈൻഡ് അപ്പ് സക്സസ്ഫുള്ളി, പ്ലീസ് ചെക്ക് യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ഓർ മൊബൈൽ ഫോർ സിസ്റ്റം ജനറേറ്റർ പാസ്വേഡ്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു പാസ്വേഡ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID ത്രൂ ലഭിക്കുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ. അതിനുശേഷം നിങ്ങൾ ഓക്കെ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മെയിൽ IDയും അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാം അഗ്നിവീർ വായു ഇൻഡെക്സ് 02/2026. ഇവിടെ മെയിൽ ID എന്ന് പറഞ്ഞാൽ ഏതാണ്? നിങ്ങൾ നേരത്തെ കൊടുത്തില്ലേ, ആ മെയിൽ ID ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നത്. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ആൾറെഡി പ്രീവിയസ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊരു പാസ്വേഡ് ജനറേറ്റ് ആയിട്ടുണ്ട്, അത് നിങ്ങളുടെ മെയിൽ ID ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ഒരു പാസ്വേഡ് നിങ്ങളിവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ക്യാപ്ച കോഡ് മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യണം. എന്താണ് കുട്ടികളെ? അതിനുശേഷം നിങ്ങളിവിടെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? അഗ്നിവീർ വായു ഇൻഡെക്സ് 02/2026 ന്യൂ പാസ്വേഡ്. മെയിൽ ID ആൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്, ഇനി നിങ്ങൾക്ക് പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ കേഡറ്റ്സ്? ഇവിടെ നോക്കൂ, ന്യൂ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ പാസ്വേഡിൻ്റെ ലെങ്ത് മിനിമം 8 അല്ലെങ്കിൽ മാക്സിമം 16 ക്യാരക്ടർ ആയിരിക്കണം. ഇനി പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, സ്മാൾ ലെറ്റർ ഉണ്ടായിരിക്കണം, നമ്പർ ഉണ്ടായിരിക്കണം, സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഇതേ രീതിയിൽ വേണം നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ പാസ്വേഡ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. നിങ്ങൾക്ക് അങ്ങോട്ട് ഓരോ സ്റ്റേജിലും ഓരോ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നതായിരിക്കും. അത് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്, അവസാനം പിന്നെ അവർക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളും കാണിക്കരുത്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കേഡറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ പാസ്വേഡ് ആഡ് ചെയ്യുന്നു, റീ എൻ്റർ ന്യൂ പാസ്വേഡ്, പുതിയ പാസ്വേഡ് നിങ്ങൾ ആഡ് ചെയ്യുന്നു, പിന്നെ ക്യാപ്ച കോഡ്. അതിനുശേഷം നിങ്ങളുടെ ഇവിടെ റീസെറ്റ് മൈ പാസ്വേഡ് എന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതേ രീതിയിൽ ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും, പാസ്വേഡ് റീസെറ്റ് സക്സസ്ഫുള്ളി. പിന്നെ നിങ്ങൾ ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. മനസ്സിലായ കുട്ടികളെ? ഇത്രയും നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഇൻസ്ട്രക്ഷൻ ലഭിക്കുന്നതായിരിക്കും. പേജ് നല്ലപോലെ നിങ്ങൾക്ക് ലോങ് ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ മുകളിലോട്ട് കൊണ്ടുപോകണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു 2 ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. 9 നമ്പറിന് ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം. ഇത് നിങ്ങൾ ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ ടു രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ എന്നൊരു അപ്ഡേറ്റ് ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. എന്താണ് കുട്ടികളെ? ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നെയിം അപ്ഡേറ്റ് ചെയ്യണം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ നെയിം മെൻഷൻ ചെയ്യുക, മദർ നെയിം മെൻഷൻ ചെയ്യണം, നിങ്ങളുടെ ഇമെയിൽ ID മെൻഷൻ ചെയ്യുക, മൊബൈൽ നമ്പർ ഇവിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, അതേപോലെ ഫാദർ നെയിം മെൻഷൻ ചെയ്യുക, നിങ്ങൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഇവിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യണം. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങളുടെ മാരേജ് അപ്ഡേറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യണം, മാരീഡ് ആണോ അതോ അൺമാരീഡ് ആണോ എന്ന്. ആർ യു സെർവിങ് അഗ്നിവീർ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഡിഫൻസ് ഫോഴ്സിൽ സർവീസ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് പേജാണ് കുട്ടികളെ വരുന്ന ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡൊമസൈലിൻ്റെ അപ്ഡേഷൻ കറക്റ്റായിട്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ പെർമനന്റ് ഡൊമസൈൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൊമസൈൽ സ്റ്റേറ്റ് കാണാം, നിങ്ങളുടെ സ്റ്റേറ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം ഡിസ്ട്രിക്ട് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അപ്ലോഡ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എന്ന്. കേട്ടോ, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ആരും മിസ് ചെയ്യരുത്, പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം നിങ്ങളുടെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് വരുന്നതായിരിക്കും. കുട്ടികളെ, ഇവിടെ നിങ്ങൾ ഒരു തവണ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുന്നേ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എഡിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കൺഫർമേഷൻ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം നിങ്ങളുടെ നെയിം, ഫാദർ നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഡൊമസൈൽ കാറ്റഗറി ഏതാണെന്നും അതുപോലെ സ്റ്റേറ്റ്, പിന്നെ ഡൊമസൈൽ ഡിസ്ട്രിക്ട് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് ആയിരിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി. പിന്നെ നിങ്ങൾ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് പിന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നത്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ഓപ്ഷനാണ് 10+2. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. നിങ്ങൾ +2 പാസ്സാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇത് കണക്കൊരു ഓപ്ഷൻ വരും. ഈ ഒരു ഓപ്ഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ +2ൽ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് 50% ഉണ്ടോ, അതുപോലെ തന്നെ ഇംഗ്ലീഷിന് 50% ഉണ്ടോ അതോ ഇല്ലയെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിവിടെ എസ് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ നിങ്ങൾ
ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് വേണം ഇവിടെ നിങ്ങൾ ഓരോ അപ്ഡേറ്റും ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ ചോദിച്ചേക്കുന്നത് ഹാവ് യു ബീൻ ഡിക്ലെയർഡ് ആസ് പാസ് ഇൻ ക്ലാസ് 10+2, അതായത് +2 നിങ്ങൾക്ക് 50% ഉണ്ടോ, അതായത് അഗ്രിഗേറ്റ് 50% ഉണ്ടോ, അതുപോലെ തന്നെ ഇംഗ്ലീഷിന് 50% ഉണ്ടോ എന്നാണ്. യെസ് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് നിങ്ങൾ കൊടുത്തിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഓപ്ഷനാണ് ഹാവ് യു ബീൻ ഡിക്ലെയർഡ് ആസ് പാസ് ഇൻ ഫിസിക്സ് മാത്സ് സബ്ജക്ട്. നിങ്ങൾ +2 ഫിസിക്സ് മാത്സ് പഠിച്ച കാൻഡിഡേറ്റ് ആണ്, എസ് എന്ന് നിങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. എസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് നിങ്ങൾക്ക് എക്സ് എന്നൊരു ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് 10+2 ഇന്റർമീഡിയറ്റ് സ്ട്രീം. നിങ്ങൾ +2 ഏത് സ്ട്രീമിൽ പഠിച്ച കാൻഡിഡേറ്റ് ആണെന്ന് ഇവിടെ സയൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് സ്ട്രീം അപ്ലൈയിങ് ഫോർ. നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടുന്നത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് അതായത് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യണം. വൈ ആണെന്നുണ്ടെങ്കിൽ അതർ ദാൻ സയൻസ്, ബോത്ത് സയൻസ് ആൻഡ് അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതായത് എക്സ് ആൻഡ് വൈ രണ്ടിലേക്കും അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോത്തിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതായത് കുട്ടികളെ ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് എക്സിൻ്റെ ഫോം ഫില്ല് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വൈയുടെ ഫോം ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു തവണയായിരിക്കും നിങ്ങളുടെ ഫീസും കട്ടാകുന്നത്. എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ഫീസ്, വൈ ആണെന്നുണ്ടെങ്കിൽ വൈയുടെ ഫീസ്, എക്സ് ആൻഡ് വൈ ആണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ഫീസ്. മനസ്സിലായി? അതായത് ഒറ്റ തവണ മാത്രമായിരിക്കും നിങ്ങൾ ഫീസ് കട്ടാവുന്നത്. ചില കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്കാണിത്. അതായത് ഇന്നങ്ങ് എക്സിൻ്റെ ഫോം ഫില്ല് ചെയ്യും, പിന്നെ 2 അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് എനിക്ക് വൈയും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇനിയിപ്പോൾ നാളെ പോയി അപ്ലൈ ചെയ്യാമെന്ന്. പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത്. ക്ലിയർ ആയല്ലോ? എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സിന്, വൈ ആണെന്നുണ്ടെങ്കിൽ വൈ. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റിന് എന്തായാലും വൈക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് എന്താണ് ചെയ്യേണ്ടത്, രണ്ടിനും അപ്ലൈ ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യണം. കേട്ടോ കുട്ടികളെ? നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ബോർഡ്. നിങ്ങൾ ഏത് ബോർഡിലാണോ പഠിച്ചത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് അപ്ഡേറ്റ് ആണ് എൻ്റർ അഗ്രിഗേറ്റ് ഗ്രോസ് പെർസെൻറ്റേജ്. അതായത് +2 നിങ്ങൾക്ക് എത്ര മാർക്കാണോ ഉള്ളത്, എത്ര പെർസെൻറ്റേജ് മാർക്കാണോ ഉള്ളത്, അത് നിങ്ങളിവിടെ അപ്ഡേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആണ് ഇൻഡിക്കേറ്റിംഗ് ഗ്രേഡിംഗ് സിസ്റ്റം. നിങ്ങൾക്ക് +2 പെർസെൻറ്റേജ് ബേസ് ആണോ അതോ ഗ്രേഡ് ബേസ് ആണോ എന്ന് നിങ്ങൾക്കറിയാലോ. അതനുസരിച്ച് നിങ്ങളുടെ പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർസെൻറ്റേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് വരുന്ന പെർസെൻറ്റേജിൽ നിങ്ങൾ എത്ര മാർക്കാണ് +2 നിങ്ങൾക്ക് ലഭിച്ചത്, അതാണ് നിങ്ങളിവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. +2 സബ്ജക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ്, ബയോളജി നിങ്ങൾ എത്ര മാർക്കാണോ നിങ്ങൾ നേടിയത് അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. ടോട്ടൽ എത്ര മാർക്കിൻ്റെ ആയിരുന്നു എക്സ് അതിവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. അത് ഇതേ രീതിയിൽ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡു യു ഹാവ് കമ്പ്യൂട്ടർ നോളജ്. കുട്ടികളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും അഡീഷണൽ സ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എസ് എന്ന് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ പോകരുത്. കാരണം സ്റ്റേജ് 2 നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്കവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ഇവിടെ ആഡ് ചെയ്താൽ അവിടെ സർട്ടിഫിക്കറ്റ് ചോദിക്കും. സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിബുദ്ധിയൊന്നും കാണിക്കരുത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അഡീഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എങ്കിൽ മാത്രമേ ഇവിടെ എസ് എന്ന് കൊടുക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്ന് കൊടുത്തിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് ടൈപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ പോകരുത്. ക്ലിയർ? ഡു യു ഹാവ് എനി അഡീഷണൽ മാർക്ക് ഷീറ്റ് ഫോർ എ പർട്ടിക്കുലർ സബ്ജക്ട് ഓർ മാർക്ക് ഷീറ്റ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ എനി സബ്ജക്ട്. അതായത് കുട്ടികളെ നിങ്ങളുടെ മെയിൻ മാർക്ക് ഷീറ്റ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ അഡീഷണൽ മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ക്ലിയർ? ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി ഇവിടെയും കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ഗ്രാജുവേഷൻ്റെയാണ് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പരമാവധി കൊടുക്കാൻ നോക്കണം. കാരണം സ്റ്റേജ് 2 ചെല്ലുമ്പോൾ ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ കാണിക്കേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാൻ നോക്കണം. ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, എഞ്ചിനീയറിംഗിനുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോ നീഡ്. ക്ലിയർ? എഞ്ചിനീയറിംഗിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കുറച്ച് ഓപ്ഷൻ കൂടി കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് പിന്നെ അത് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി. ഓക്കെയിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്നത് നെക്സ്റ്റ് അപ്ഡേറ്റിലോട്ടാണ്. അതായത് അപ്ലോഡ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പിന്നെ അപ്ലോഡ് ചെയ്യണം. 10th നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ആൾറെഡി ഇത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ വെച്ചിരിക്കണം. അതിനുശേഷം വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ +2 മാർക്ക് ഷീറ്റ് നിങ്ങൾ ഇവിടെ ഫയൽ ചൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കുട്ടികളെ. അതിനുശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി. പിന്നെ ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഹൗസ് നമ്പർ അപ്ഡേറ്റ് ചെയ്യണം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ, പിൻകോഡ്, കൺട്രി,
സിറ്റി, വില്ലേജ്, പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം നിങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നിങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങളുടെ ഫോമിൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് നേരത്തെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എന്താണ് പെർമനന്റ് അഡ്രസ് ആണ്. ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ് പെർമനന്റ് അഡ്രസ് തന്നെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം അപ്ഡേറ്റ് തന്നെ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. മനസ്സിലായ കുട്ടികളെ? 2 അഡ്രസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 2 അഡ്രസ് മെൻഷൻ ചെയ്താൽ മതി. പെർമനന്റ് അഡ്രസ് തന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അതേ രീതിയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, അത് തന്നെ ഇവിടെ കട്ട് പേസ്റ്റ് കോപ്പി ആവുന്നതായിരിക്കും. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ അപ്ഡേറ്റ് ലഭിക്കും. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി, പിന്നെ ഓക്കെ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്നതാണ് അഡീഷണൽ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻസ്ട്രക്ഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ. സോ ഫൈനലി എന്താണ് വരുന്നത്? ഇനി നെക്സ്റ്റ് എന്താണ് വരാൻ പോകുന്നത്? അഡീഷണൽ ഡീറ്റെയിൽസ്. അഡീഷണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ വേസ്റ്റ് സൈസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ചെസ്റ്റ് സൈസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഷൂ സൈസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെയും കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായ കുട്ടികളെ? എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യാവുള്ളൂ. ഓരോപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അഡീഷണൽ ഡീറ്റെയിൽസ്. ആർ യു എ സർട്ടിഫിക്കറ്റ് ഹോൾഡർ ഓഫ് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എങ്കിൽ മാത്രമേ എസ് കൊടുക്കാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് അപ്ഡേറ്റ് ചെയ്യണം. നെക്സ്റ്റ്, ആർ യു ചൈൽഡ് ഓഫ് സർവിംഗ് റിട്ടയർഡ് ഡിസ്ചാർജ്ഡ് ആൻഡ് ഡിസീസ്ഡ് എയർഫോഴ്സ് പേഴ്സൺ, അതായത് നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ ആരെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിൽ സർവീസ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ മാത്രമേ യെസ് എന്ന് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കണം. നെക്സ്റ്റ്, ഹാവ് യു ബീൻ ഡിസ്ചാർജ്ഡ് ഫ്രം ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി ഓർ എനി ഗവൺമെന്റ് ഓർഗനൈസേഷൻ സ്റ്റേറ്റ്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഡിഫൻസ് ഫോഴ്സിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു കേഡറ്റ് ആണോ, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഏതെങ്കിലും സർവീസിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് മെൻഷൻ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്തിരിക്കണം. ഇവിടെ ഒത്തിരി പേര് മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. കഫിലിരിക്കുന്ന സ്റ്റാഫിനെ അറിഞ്ഞുകൂടാ, അവർ എസ് എന്നും കൊടുത്തങ്ങ് വിടും. ഫൈനലി സ്റ്റേജ് 2 എല്ലുമ്പോൾ ഇതിൻ്റെ എല്ലാം ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കേണ്ടതായിട്ട് വരും. ഏതെങ്കിലും അഡീഷണൽ സ്കിൽ നിങ്ങൾ എസ് എന്ന് കൊടുത്ത് മെൻഷൻ ചെയ്താൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേജ് 2 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ആണ് ഡു യു നോ ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് അറിയാമെങ്കിലേ എസ് എന്ന് കൊടുക്കാവുള്ളൂ. അറിയാമെങ്കിലല്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എസ് എന്ന് കൊടുക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് മെൻഷൻ ചെയ്യണം. കാരണം സ്റ്റേജ് 2 എല്ലുമ്പോൾ ചോദിക്കും. നെക്സ്റ്റ്, ഡു യു ഹാവ് നോളജ് ഇൻ എനി ഓഫ് ദ ട്രേഡ്സ് ലൈക്ക് വെൽഡിംഗ്, സോൾഡറിംഗ്, ലെതർ ഓഫ് ബാർക്ക്. ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എസ് എന്ന് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്ന് മെൻഷൻ ചെയ്യുക. ഡു യു ഹാവ് എനി നോളജ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. IT റിലേറ്റഡ് എന്തെങ്കിലും നോളജ് ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എങ്കിൽ നിങ്ങൾ എസ് എന്ന് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് മെൻഷൻ ചെയ്യുക. ഡു യു ഹാവ് എനി അതർ സ്കിൽ. എന്തെങ്കിലും സ്കിൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഡു യു ഹാവ് എനി റെപ്രസെന്റേഷൻ അച്ചീവ്മെന്റ് ഇൻ എനി സ്പോർട്സ് ഇവന്റ് ഓർ ഡിസിപ്ലിൻ. ഏതെങ്കിലും സ്പോർട്സ് ഇവന്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ NCCയിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ആണ് ലാംഗ്വേജസ് നോൺ അതർ ദാൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. അതായത് ഇംഗ്ലീഷ് അതുപോലെ ഹിന്ദി, ഈ 2 ലാംഗ്വേജ് ഒഴിച്ച് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ എസ് എന്ന് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുക. ക്ലിയർ ആയാലോ? അപ്പോൾ ഇത്രയും അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാൾ മിസ്റ്റേക്ക് കാണിക്കരുത്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ മെഡിക്കൽ ഹിസ്റ്ററി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ നേരത്തെ അപ്ഡേറ്റ് ചെയ്താൽ അത് നല്ല ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഒരു കുഴപ്പം വരത്തില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ അപ്ഡേറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. അഡീഷണൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി. അതിനുശേഷം ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ലാസ്റ്റ് അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ഡേറ്റ് ആണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി കുട്ടികളുടെ ഫോം റിജക്റ്റ് ആകാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സ്ലേറ്റും പിടിച്ചുള്ള ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ആ സ്ലേറ്റിനകത്ത് നിങ്ങൾ നിങ്ങളുടെ നെയിം മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ DOP മെൻഷൻ ചെയ്യണം. DOP എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഫോട്ടോ എടുക്കുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ഒരു ദിവസം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഡേറ്റ് ഓഫ് ഫോട്ടോ എടുക്കുന്ന ഡേറ്റ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്തിരിക്കണം കറക്റ്റായിട്ട്. അതും പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുത്തിരിക്കേണ്ടുന്നത്. പ്രോപ്പറായിട്ട് ഡിസിപ്ലിനായിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടുന്നത്. താടിയൊന്നും കാണാൻ പാടില്ല. ഹെയർ സ്റ്റൈലൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കേണ്ടത്. ക്ലിയർ? അതിനുശേഷം നെക്സ്റ്റ് ആണ് നിങ്ങളുടെ സിഗ്നേച്ചർ ഇമേജ്. പ്രോപ്പർ സൈസിൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. മിനിമം 10 KB, മാക്സിമം 100 KB. ഈ സൈസിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്ലോഡ് ആകത്തില്ല. നെക്സ്റ്റ് ആണ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ പ്രോപ്പറായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഈ 3 കോളമായിരിക്കും നോർമലി എല്ലാവർക്കും വരുന്നത്. പിന്നെ ഈ ഒരു കോളം വരും പേരൻസിൻ്റെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതെല്ലാവർക്കും വരത്തില്ല. ആരുടെയാണോ ഏജ് 18 വയസ്സിൽ താഴെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ പേരൻസിൻ്റെ ഈ ഒരു സിഗ്നേച്ചർ ആവശ്യപ്പെടുത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇതേണക്ക് ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പേടിക്കൊന്നും വേണ്ട.
നിങ്ങൾ പേരൻസിൻ്റെ സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്താണ് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, സ്കാൻ ചെയ്തിട്ട്. ക്ലിയർ ആയാലോ കുട്ടികളെ? അതിനുശേഷം നിങ്ങൾ സേവ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈവ് ക്യാപ്ചർ ഇമേജ് ചെയ്യണം, അതായത് ക്യാപ്ചർ ലൈവ് ഇമേജ് നിങ്ങൾ ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ലൈവ് ഫോട്ടോയാണ് എടുക്കുന്നത്. അത് കഫേയിൽ ചെല്ലുമ്പോൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടും ചെയ്യാം. ഒത്തിരി കുട്ടികൾ സെൽഫായിട്ടും അവരുടെ ഫോം ഫില്ല് ചെയ്യാറുണ്ട്. നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അറിയാമെങ്കിൽ ചെയ്യുക, അറിഞ്ഞൂടായെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രോപ്പറായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. മനസ്സിലായോ? അതിനുശേഷം കുട്ടികളെ ലൈവ് ഫോട്ടോ എടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സിറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഏതെങ്കിലും സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുക. ഏതാണ് ഓപ്ഷൻ വരും നോക്കുക, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന അപ്ഡേറ്റ് ഒരു ഡ്രാഫ്റ്റ് ആണ് കുട്ടികളെ, ഒരു കൺഫേം ലെറ്റർ ആണ്. അതായത് നിങ്ങളിപ്പോൾ ഇത്രയും ഫോം ഫില്ല് ചെയ്തല്ലോ, ഇതിൻ്റെ ഒരു ഷീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അത് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഞാനത് ബ്ലർ ചെയ്തിരിക്കുകയാണ്, മനസ്സിലായോ? നിങ്ങളത് പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. അതിനുശേഷമേ നിങ്ങൾ ഫൈനലി സബ്മിറ്റ് ചെയ്യാവുള്ളൂ. മനസ്സിലായോ? എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാം. ഈ 2 ഓപ്ഷനിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം. അതിനുശേഷം കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷനിൽ ചെക്ക് ചെയ്യണം. മനസ്സിലായ കുട്ടികളെ? നല്ലപോലെ ആ ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? അതിനുശേഷം ഈ ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷനിൽ പോവുക കുട്ടികളെ. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്, പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫൈനലി നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ പേയ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പ്രിൻ്റ് എടുക്കാനുള്ള അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇത്രയുമാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എക്സിന് ടോട്ടൽ ഫീസ് 4000 ആണ്, വൈയുടെ ടോട്ടൽ ഫീസ് 2500 ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കും, റെക്കോർഡ് സെഷൻ ലഭിക്കും, വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ്സുകൾ കാണും, ഡെയിലി പ്രാക്ടീസ് പേപ്പർ കാണും, മോക്ക് ടെസ്റ്റ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടെ നമ്മൾ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാം ഡേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, സെപ്റ്റംബർ 25 ആണ്. അതിനു മുന്നേ നമ്മൾ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ GD ആൻഡ് DBയുടെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ എല്ലാ അപ്ഡേറ്റും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സിലബസ് ആണെങ്കിലും അതുപോലെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റും സ്റ്റേജ് 2ൻ്റെ അപ്ഡേറ്റ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഓറിയൻറ്റഡ് ആയിട്ടുള്ള. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കും പ്രോപ്പറായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.